എടാ വിടറ മാലാഖെ വിട്. വിടറ. പറഞ്ഞേ മാലാഖെ എന്തേലും പറ്റിയോ? ഇതെങ്ങനെ സംഭവിച്ചു? അതെ, മാലാഖെ കാണണ്ടായപ്പോ ഞാൻ ഊഞ്ഞാലിന്ന് ഇറങ്ങിയില്ലേ, അപ്പൊ വീണതാ. അയ്യോ, അപ്പൊ എന്റെ നെറ്റ് മുറിഞ്ഞു. ഒട്ടായത്തില് മരുന്ന് വെക്കണല്ലോ, നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോ. വാ. അല്ല, അമ്മയും മുത്തശ്ശനും എങ്ങനെ ഇവിടെ വന്നേ? ഞങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്ന വഴിക്ക് ഇവിടെ ഒന്ന് കയറിയതാ. അപ്പോഴാ ഇതൊക്കെ. മോളെ, തലയിടിച്ചുള്ള വീഴ്ചയിലാണെന്ന് തോന്നുന്നു. സിദ്ധുവിന് പഴയ ഓർമ്മ തിരിച്ചു വന്നതുപോലെ എനിക്ക് തോന്നി. ഞങ്ങൾ കാണുമ്പോ സിദ്ധു അവിടെ തനിച്ച് നിൽക്കായിരുന്നു. ഞങ്ങൾ സിദ്ധാർത്ഥ എന്ന് വിളിച്ച് അടുത്ത് നിന്നിട്ടും സിദ്ധു ഞങ്ങളെ തിരിച്ചറിഞ്ഞില്ല. ദേവിയുടെ മുത്തശ്ശനും അമ്മയാന്ന് പറഞ്ഞിട്ട് പോലും സിദ്ധുവിന് മനസ്സിലായില്ല. കുട്ടന് മുത്തശ്ശനെ അമ്മയും തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ നേരത്തെ കുട്ടന് ഓർമ്മ വന്നിരിക്കണം. കുട്ടൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരാറുണ്ട്. പക്ഷെ ആ നേരത്തൊന്നും കുട്ടൻ എന്നെ തിരിച്ചറിയാറേയില്ല. ഭാര്യയാണെന്ന് പറഞ്ഞാൽ പോലും മനസ്സിലാവില്ല. കൊള്ളാം, കേൾക്കുന്നതൊക്കെ നല്ല വാർത്തയാണല്ലോ. ഓർമ്മ വരുമ്പോഴെല്ലാം അവൻ നിന്നെ തിരിച്ചറിയുന്നില്ലെങ്കിൽ എന്താടി അതിന്റെ അർത്ഥം? ഇവന്റെ അസുഖം പൂർണ്ണമായി ഭേദമാകുമ്പോ ഇവൻ നിന്നെ തിരിച്ചറിയില്ല എന്നല്ലേ? എന്തിനാ ദേവികെ നീ നിന്റെ ജീവിതം ഇവന് വേണ്ടിട്ട് ഇങ്ങനെ തൊലയ്ക്കുന്നേ? അറിഞ്ഞോണ്ട് നിന്റെ ജീവിതം പാഴാക്കുന്ന എന്തിനാ മോളെ? എനിക്ക് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, കുട്ടന്റെ അസുഖം ഭേദാക്കിയെടുക്കണം. ആ ദുഷ്ടനിൽ നിന്നും കുട്ടൻ ഇപ്പൊ എന്നെ രക്ഷിച്ച പോലെ കുട്ടന്റെ അസുഖം മാറ്റാനായി അവസാന ശ്വാസം വരെ ഞാൻ ശ്രമിക്കും. കുട്ടനെ സുഖപ്പെടുത്തുന്നതിന് വേണ്ടി എന്ത് പ്രയാസവും എന്ത് ത്യാഗവും ഞാൻ സഹിക്കും. ദേവികെ നീ അമ്മ ഇപ്പൊ എന്നോടൊന്നും പറയണ്ട. എനിക്ക് ധാരാളം കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അതെല്ലാം വിശദമായിട്ട് ഞാൻ പറയാം. ഏതായാലും ഭദ്രൻ ഇവിടെ വന്ന് എന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് മുത്തശ്ശനും അമ്മയെ ആരോടും പറയണ്ട. സുലോചനാന്റെ എങ്ങനെ അറിഞ്ഞാല് അവരത് പൊന്നാരം തൊട്ട് അറിയിക്കും. മുത്തശ്ശി പിന്നെ എന്നെ പുറത്തിറങ്ങാൻ അനുവദിക്കില്ല. പുറത്തിറങ്ങാൻ സാധിച്ചില്ലെങ്കിൽ അച്ഛന്റെ അപകടത്തിന് പിന്നിലെ സത്യങ്ങൾ കണ്ടെത്താനും കുട്ടന്റെ അസുഖം ഭേദാക്കാനും കഴിയാതെ പോകും. ഞങ്ങൾ ഇറങ്ങട്ടെ മുത്തശ്ശ. കുട്ടന്റെ മുറിവിൽ മരുന്ന് വെക്കേണ്ടതല്ലേ? അമ്മയോട് സമാധാനമായിട്ടിരിക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ. പോട്ടെ, ഞങ്ങൾ പോയിട്ട് വരാമേ. വാ. ടാറ്റാ. അച്ഛ